ചെടി എന്ന് പറഞ്ഞാൽ ജീവനാണ്. ഞാൻ ഫ്രണ്ട്സിനെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. ഓരോ തണ്ട് കൊണ്ടുവന്നിട്ട് നട്ടു വെക്കുന്നതാണ്. വളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിവളമാണ് ഞാൻ അത് ഉപയോഗിക്കാറ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മോർണിംഗ് വൈബ് ചീരാലിൽ വന്നാണ്. ചീരാൽ വന്നപ്പോൾ മനോഹരമായ ഒരു പാടങ്ങനെ കണ്ടു. അതിലേറെ മനോഹരമായ ഒരു വീട്. എൻ്റെ ഫ്രണ്ടാണ്, പൊന്നകത്താണ്. ഹായ്, ഹായ്, ഗുഡ് മോർണിംഗ്. പറയൂ, ഒന്ന് പരിചയപ്പെടുത്തൂ. എൻ്റെ പേര് രാജേഷ്. ഇത് എൻ്റെ വൈഫ് ശ്രുതി. ഞങ്ങൾ ഇവള് പിന്നെ ഒരു ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്നു. ഞാനൊരു ബാങ്കിങ് റിക്കവറി ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു. കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുമ്പ് ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. മുമ്പ് വീഡിയോ ചെയ്ത് നമ്മളെ ഗിരീഷ് ചേട്ടൻ ഒക്കെ ആയിട്ട്, അതായത് ഏട്ടനാണ്, നെൽകൃഷിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. എങ്ങനെ ആരാ ചെടി ചെയ്യുന്ന? ആരാ ചെടി ചെയ്യുന്നൊക്കെ വൈഫാണ്. അപ്പോൾ അവള് എന്താ പറയാ, ജോലി കിട്ടുന്ന ഫ്രീ ടൈമിലൊക്കെ ഈ സമയത്ത് ചെയ്യുന്ന ഇതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ഈ ഇലച്ചെടികള്, അതേപോലെ റോസ, പച്ചക്കറികൾ. എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ചെയ്യാറ്. ചെടി എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പോൾ അതിന് രാത്രിയൊക്കെ വന്നിട്ട് അല്ല, ശരിക്കും ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. രണ്ടുപേരും ജോലിക്കാരാണ്. എത്ര കുട്ടികളുണ്ട്? എനിക്ക് രണ്ടുപേരാണ്. ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഇത്രയും നോക്കും വേണം, ജോബിനും പോകണം, എന്നിട്ട് ഇത്രയും കൃഷി ചെയ്ത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കാൻ കാരണം. ഞാൻ ഫ്രണ്ട്സിനെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. ഓരോ തണ്ട് കൊണ്ടുവന്നിട്ട് നട്ടു വെക്കുന്നതാണ്. എന്നിട്ട് പിന്നെ വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. വളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിവളമാണ് ഞാൻ അത് ഉപയോഗിക്കാറ്. അതേപോലെ ബോൾസ് ഞാൻ അവിടെ നട്ടു വെച്ചിട്ടുണ്ട്. ചീരച്ചെടി ഉണ്ട്. ചീരച്ചെടി എന്ന് പറയുന്നത് അവിടെ മുൻവശത്താണ് നട്ടു വെച്ചിരിക്കുന്നത്. പിന്നെ ബോൾസ് ഉണ്ട്, റോസ് ഉണ്ട്, പിന്നെ ഇലച്ചെടികൾ കുറച്ചുണ്ട്. ഈ വെറൈറ്റി അല്ലാതെ വേറെ ഉണ്ട്. പിന്നെ ഡാലിക, ചെണ്ടുമല്ലി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇതുകൂടാതെ എനിക്ക് സമയം കിട്ടുമ്പോൾ പച്ചക്കറി ഞാൻ നടാറുണ്ട്. പച്ചക്കറി അപ്പുറത്തെ സ്ഥലം ഞാൻ നട്ടത് വീട്ടാവശ്യത്തിന് മാത്രമായിട്ട്. ക്യാബേജ്, കോളിഫ്ലവർ, പച്ചമുളക്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അവിടെ നട്ടു വെച്ചിട്ടുണ്ട്. ഇപ്പം ആവുന്നുള്ളൂ. എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കിട്ടുന്നത്? സമയം കിട്ടുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് എല്ലാം വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഒരു 10 മണിയാകുമ്പോഴേക്കും ഇതിനെ വെള്ളമൊക്കെ നനച്ചു കൊടുക്കും. രാത്രി 10 മണി, ഒരു 12 മണിയാകുമ്പോഴായിരിക്കും എൻ്റെ പണികളൊക്കെ കഴിയുക. ആ സമയത്താണ് ഞാൻ ഈ പച്ചക്കറികൾക്ക് വെള്ളം നനച്ചു കൊടുക്കാറ്. അപ്പോൾ സമയമില്ല, ജോലിയാണ്, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർക്ക് ഒരു മറുപടി കൂടെയാണ് ഇത്. നമ്മുടെ കുറിക്കായല്ലേ? ഇത് കുറിയങ്കായ് എന്ന് പറയും. നമ്മളൊക്കെ ചെറുപ്പത്തിലാണ് ഇത് പുഴുങ്ങിയിട്ട് അതിൽ കുത്തിക്കളഞ്ഞിട്ട് ഉണക്കി വെച്ച് കൊണ്ടാട്ടമായിട്ട് ഉപയോഗിക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ആരും ട്രൈബ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനം. പണ്ട് കുറിക്കായ് എന്ന് പറയുന്നത് ഈ ഒരു കുറി പോലത്തെ ഒരു വെള്ള ലൈൻ അതിന് മുകളിലുള്ളത് കൊണ്ടാണ്. ഇത് നമ്മൾ കൊണ്ടാട്ടമായിട്ട് നല്ല ഉപയോഗിച്ചാൽ നമുക്ക് എത്ര ദിവസം വേണേൽ എടുത്തു വെക്കാം. പുഴുങ്ങിയിട്ട് അതിന്റെ ഉള്ളിലെ കയ്പ്പ് കളയണം, കട്ട് കളയണം. അതിപ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു കൊടുത്ത് ആരെങ്കിലും പോയിട്ട് ഇത് കഴിച്ചിട്ട് നമ്മൾ വഴക്ക് പറയും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. കുറേ ചെടികൾ സെറ്റ് ചെയ്യൂ, നമ്മളൊരു ദിവസം വീഡിയോ എടുക്കാൻ വരാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ. ടാറ്റ.